ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഫുൾ ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ കറിച്ചപ്പില, മല്ലിച്ചപ്പ്, കുറച്ച് പുതിന. ഇനി നമുക്കിതിലേക്ക് തൈര് വേണം, വിനീഗറും കൂടി വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി സാധനങ്ങൾ നമുക്കിതിലേക്ക് വേണം. 2 പച്ചമുളക് എടുത്തിന്. കുറച്ച് എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 മുതൽ 6 വരെ എടുക്കാം. എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പം നോമ്പിൻ്റെ എല്ലാം സമയമായതുകൊണ്ട് പിള്ളമാരെല്ലാം നോമ്പ് എടുക്കുന്നതല്ലേ. അപ്പോൾ വയറ് ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം മുളകൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉണ്ടാകുന്നില്ലേ, കുഞ്ഞുള്ളി, അത് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം എടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിന്. മുതുമനി എടുത്തിന്, പേസ്റ്റും കൂടി എടുത്തിന്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിനേക്കാളും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അരച്ച ഒരു പേസ്റ്റ് ഇല്ലേ, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ നമ്മൾ പെരിഞ്ചീരകം അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 1 ടീസ്പൂണ്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് വലിയ കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടായിട്ട് നമുക്ക് എന്താക്കാം, ആ വിസിലെടുത്ത് മാറ്റിയിട്ട് ആവി വരോളം വെയിറ്റ് ആക്കുക. ആവി വന്ന് കഴിഞ്ഞിട്ടായിട്ട് വിസിലിട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായിട്ടാകുമ്പോൾ നമുക്ക് എന്താക്കാം, തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടായിട്ട് ചിക്കന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നേക്കാളും നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലതാവുക. ഇനിയിപ്പോൾ ആ ഒരു ചിക്കൻ അതിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി, ഞാനത് എന്തെന്നുള്ളത് പറയാം. ഇനി സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അതിലെന്തായാലും കുറച്ച് ഓയിലുണ്ടാവും, അതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മളെ വെളുത്തുള്ളിയിലെ അത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടായിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് കറിച്ചപ്പില, മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ ചാറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് കുക്കറിലുള്ള ഗ്രേവി ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് നല്ലോണം ആ ഒരു മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്ര തന്നെയാണ് സംഭവം. നല്ല ടേസ്റ്റാണ്, ഒരിക്കലും കൊണ്ട് ട്രൈ ആക്കിയിട്ട് നോക്കാവേ. ചിക്കനെ ക്ലീൻ ആക്കുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടാലോ. വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിരുമ്മിയിട്ട് കുറച്ച് സമയം വെക്കുക. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമോ ചിക്കന്. അപ്പോൾ